ഓം. നാല് 5/2020 बाबा कहते मीठे बच्चे, श्रीमत पर पवित्र बने तो धर्मराज की सजावट से छूट जाएगी। हीरे जैसा बनना है, ज्ञान अमृत दियो विशुद्ध बाबा പറയുന്നു മധുരമായ കുട്ടി ശ്രീമത് പ്രകാരം പവിത്രമാണ്. അപ്പോൾ ധർമ്മരാജന്റെ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കും. വജ്ര സമാനമാകണമെങ്കിൽ ജ്ഞാനാമൃതം കുടിക്കൂ, വിഷത്തെ ഉപേക്ഷിക്കും. അപ്പൊ ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ ശ്രീമത് പ്രകാരം പവിത്രമാകൂ, അപ്പോൾ ധർമ്മരാജന്റെ ശിക്ഷകളിൽ നിന്നും രക്ഷപ്പെടുവാൻ സാധിക്കും. വജ്ര സമാനമാകണമെങ്കിൽ ജ്ഞാനാമൃതം കുടിക്കൂ, വികാരങ്ങളാകുന്ന വിഷത്തെ ഉപേക്ഷിക്കും. ചോദ്യം: सतयुगी पद का सारा मदद किस बात पर? സത്യുഗി പദവിയുടെ ഏറ്റവും പ്രാധാന്യം ഏതൊരു കാര്യത്തിനാണ്? സത്യുഗ പദവിയിലേക്ക് പോകുന്നതിന്റെ മുഖ്യമായ കാരണം അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിന്റെ ആധാരത്തിനാണ്? സത്യയുഗത്തിൽ നമ്മൾ പദവി ആർജിക്കണമെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനമായ സംഗതി എന്താണ്? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? എന്താണ് ആഗ്രഹം? പവിത്ര. തുമേ യാദ്മേ പവിത്ര ജരൂർ ബന്നായി. നിങ്ങൾ ബാബയുടെ ഓർമ്മയിൽ ഇരുന്ന് തീർച്ചയായും പവിത്രമാക്കണം. പവിത്ര ബന്ധത്തേക്ക് സദ്ഗതി കൊടുക്കും. പവിത്രമാകുന്നതിലൂടെയാണ് സദ്ഗതി ഉണ്ടാകുന്നത്. जो पवित्र नहीं बनते वे सजा खाकर अपने धर्म में चले जाते. ആരാണ് പവിത്രമാകാത്തത് അവർ ശിക്ഷകൾ അനുഭവിച്ച് അവരവരുടെ ധർമ്മത്തിലേക്ക് മടങ്ങിപ്പോകുന്നു. तुम वेल घर में रहो परंतु किसी देहदारी को याद नहीं करो. पवित्र रहो तो उच्च पद मिल जाएगा. നിങ്ങൾ വീട്ടിൽ ജീവിച്ചോളൂ, വീട്ടിലിരുന്നോളൂ, എന്നാൽ ഒരു ദേഹദാരിയെയും ഓർമ്മിക്കരുത്. പവിത്രമായി ജീവിക്കൂ, അപ്പോൾ ഉയർന്ന പദവി ലഭിക്കും. അപ്പൊ വീട്ടിലിരിക്കൂ, ഒരു ദേഹദാരിയെയും ഓർമ്മിക്കരുത്, പവിത്രമായി ജീവിക്കൂ, അപ്പോൾ ഉയർന്ന പദവി. ഗീതം: തുമേ പാക്കെ ഹംനെ ജഹാൻ പാലിയ. അങ്ങയെ നേടിക്കഴിഞ്ഞ് ഞങ്ങൾ ലോകം മുഴുവൻ നേടിക്കഴിഞ്ഞു. शिव भगवान वाचा, कोई को भी भगवान नहीं कहा जाता है. एक निराकार परमपिता परमात्मा को ही शिव बाबा कहा जाता है. शिव भगवान वाचा, ആരെയും ഭഗവാൻ എന്ന് വിളിക്കുവാൻ സാധ്യമല്ല. ഒരേ നിരാകാരിയായ പരമാത്മാവിനെ മാത്രമാണ് ശിവബാബ എന്ന് വിളിക്കുന്നത്. वो सभी आत्माओं का बाकी. ശിവബാബ എല്ലാ ആത്മാക്കളുടെയും അച്ഛനാണ്. पहले पहले ये निश्चय होना चाहिए हम शिव बाबा के बच्चे से. ആദ്യം നമ്മൾ കുട്ടികൾക്ക് ഈ നിശ്ചയം ഉണ്ടായിരിക്കണം, നമ്മൾ ശിവബാബയുടെ കുട്ടികളാണ്. തീർച്ചയായും നമ്മൾ ശിവബാബയുടെ കുട്ടികളാണ്.
दुख के समय कहते हैं परमात्मा सहायता करो രഹം കരോ. ദുഃഖം വരുന്ന സമയത്ത് ഭഗവാനോട് പറയും പരമാത്മാ ഞങ്ങളെ സഹായിക്കൂ, ഞങ്ങളോട് കരുണ കാണിക്കൂ. ये भी नहीं जानते हैं कि हमारी आत्मा परमात्मा को याद करती है. ഇതുപോലും അറിയില്ല നമ്മളുടെ ആത്മാവ് പരമാത്മാവിനെ ഓർമ്മിക്കും. അഹം ആത്മാക്കാ ബാപ് വോഹി. നമ്മൾ ഓരോ ആത്മാക്കളുടെയും അച്ഛൻ പരമാത്മാവാണ്. ഈ സമയം സാരി ദുനിയാകെ പതീത ആത്മാവുക്കി. ഈ സമയത്ത് മുഴുവൻ ലോകവും പതീതമായ ആത്മാക്കളുടെ ലോകമാണ്. ഗാത്തെ ഹേ ഹം പാപി നീച്ച് ഹേ ആപ്പ് സമ്പൂർണ്ണ നിർവികാരി. മഹിമ പാടുന്നുണ്ട് അല്ലെ, ഞങ്ങള് പാപികളും നീചരുമാണ്, അങ്ങ് സർവ സമ്പൂർണ്ണ നിർവികാരിയാണ്. പരന്തു ഫിർബി അപ്നേക്കോ സമസ്തനെ. എന്നിട്ടും ആരും സ്വയം സ്വയത്തെ മനസ്സിലാക്കുന്നില്ല. बाप समझाते हैं कि जब तुम कहते हो भगवान बाप एक है तो तुम सब आपस में भाई भाई हो गए. ഭഗവാൻ ഒന്നേ ഉള്ളൂ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഭഗവാൻ ഒന്നേ ഉള്ളൂ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ എല്ലാ ആത്മാക്കളും പരസ്പരം ഭായി ഭായിയാണ് എന്ന് മനസ്സിലാക്കണം. फिर शरीर के नाते सब भाई बहन ठहरे. പിന്നെ ശരീരത്തിന്റെ ബന്ധത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ആരായിത്തീരുന്നു? സഹോദരി സഹോദരന്മാരായിട്ട് മാറുന്നു. ശിവബാബ കെ ബच्चे സിർഫ് പ്രജാപിത ബ്രഹ്മ കെ ബി ബच्चे ठहरे. നമ്മൾ ശിവബാബയുടെ കുട്ടികളാണ്, ഒപ്പം പ്രജാപിത ബ്രഹ്മാവിന്റെ കുട്ടികളുമാണ്. ये तुम्हारा बेहद का बाप ടീച്ചർ ഗുരു है. ശിവബാബ ആരാണ്? നമ്മുടെ പരിധികളില്ലാത്ത അച്ഛൻ, ടീച്ചർ ഗുരുവുമാണ്. वो कहते हैं मैं तुमको पतित नहीं बनाता. ബാബ നമ്മൾ കുട്ടികളോട് പറയാണ്, ഞാൻ നിങ്ങളെ ഒരിക്കലും പതീതരാക്കി മാറ്റുന്നില്ല. मैं तो आया हूं पावन बनाने. ഞാൻ വരുന്നത് തന്നെ കുട്ടികളെ പാവനമാക്കി മാറ്റുവാൻ വേണ്ടിയാണ്. അഗർ മേരി മത് പർ ചലേംഗെ തോ. അല്ലെ, ബാബ പറയാണ്, നിങ്ങൾ പാവനമാകണമെങ്കിൽ എന്ത് വേണം? എന്റെ വഴിയിലൂടെ ഞാൻ പറയുന്ന പോലെ എന്റെ ശ്രീമത്തിലൂടെ നടക്കണം. യഹാതോ സബ് മനുഷ്യർ രാവൺ മത് പർ ഹേ. ഇവിടെയാണെങ്കിൽ എല്ലാ മനുഷ്യരും രാവണന്റെ വഴിയിലാണ്. സബ്മേ പാഞ്ചവികാരേ. എല്ലാവരിലും തന്നെ പഞ്ചവികാരങ്ങളുണ്ട്. ബच्चे अब നിർവികാരി ബനോ ശ്രീമത് പർ ചലോ. അല്ലെ, ബാബ കുട്ടികളോട് പറയാണ്, കുട്ടികളെ നിങ്ങൾ ഇപ്പോൾ നിർവികാരിയാകൂ, ബാബയുടെ ശ്രീമത്തിലൂടെ നടക്കൂ. പരന്തു വികാരമൊക്കെ ചോടുത്തേ. പക്ഷെ കുട്ടികള് വികാരങ്ങളെ ഉപേക്ഷിക്കുന്നതേ ഇല്ല. സ്വർഗക്കെ മാലിക് ബന്ധനകി. അതുകൊണ്ട് തന്നെ കുട്ടികള് സ്വർഗത്തിന്റെ അധികാരിയായിട്ട് മാറുന്നില്ല. സബ് അജാമിൽ ജैसे പാപി ബൻ ഗए. ബാബ പറയാണ്, എല്ലാവരും തന്നെ അജാമിളനെ പോലെ പാപിയായി മാറിയിരിക്കുകയാണ്. രാവൺ സമ്പ്രദായ ഹേ യേ ശോക വാടിക ഹേ കിतना ദുഃഖി ഹേ. അല്ലെ, ബാബ പറയാണ്, രാവണ സമ്പ്രദായമാണ് ഇവിടെ. അല്ലെ, ശോകവാടികയിലാണ് എല്ലാവരും ഉള്ളത്. എത്രമാത്രം അല്ലെ ഈ ശോകവാടികയിൽ മനുഷ്യർ ദുഃഖികളായിരിക്കുന്നു. ബാബാക്കർ രാമരാജ്യം ബനാത്തി. ബാബ വന്നിട്ടാണ് ഇവിടെ രാമരാജ്യം നിർമ്മിക്കുന്നത്. അല്ലെ, तो तुम बच्चे जानते हो कि ये सच्चा सच्चा युद्ध का मैदान है. അല്ലെ, കുട്ടികൾക്ക് അറിയാം ഇതാണ് സത്യം സത്യമായ യുദ്ധ മൈതാനം. അല്ലെ, നമ്മള് കർമ്മക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യം സത്യമായ യുദ്ധ മൈതാനമാണിത്. तो गीता में भगवान कहते हैं काम महाशत्रु के उन पर जीत पहनो. ഗീതയില് ഭഗവാൻ പറയാണ്, കാമം മഹാശത്രുവാണ്, അതിന്റെ മേൽ വിജയം പ്രാപ്തമാക്കൂ. സോ പെൻതനി. എന്നിട്ടും വിജയം പ്രാപ്തമാക്കുന്നില്ല. അഭി ബാപ്പേട്ട് സംജാത്തെ ഹേ തുമാരി ആത്മാ ഇൻ ഓർഗൻസ് ദ്വാരാ സുൻതി ഹേ ഫിർ സുനാത്തി ഹേ. ഇവിടെ ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്, അല്ലെ, നിങ്ങളുടെ ആത്മാവ് അല്ലെ ഈ ശരീരത്തിലെ ഓർഗൻസിലൂടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ട് ആത്മാ കർത്തി ഹേ. അല്ലെ, ഈ സൃഷ്ടി നാടകത്തിൽ പാർട്ട് പ്ലേ ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത് ആത്മാവാണ്. तो हम आत्मा शरीर धारण कर पाठ बजाते हैं.
ആത്മാവ് എങ്ങനെയാണ് ഈ സൃഷ്ടി നാടകത്തിൽ പാത്രം അഭിനയിക്കുന്നത്? ബാബ പറയാണ്, ശരീരത്തെ ധാരണ ചെയ്തുകൊണ്ട് ആത്മാവ് പാത്രം അഭിനയിക്കുന്നു. परंतु मनुष्य आत्मा अभिमानी के बदले देह अभिमानी बन पड़ेगी. പക്ഷെ മനുഷ്യരാണെങ്കിൽ ആത്മാ അഭിമാനിയാകുന്നതിന് പകരം ദേഹാഭിമാനിയായി മാറിയിരിക്കുകയാണ്. അപ്പൊ ബാബ് कहते हैं ദേഹി അഭിമാനി ബനോ. ഇപ്പോൾ ബാബ പറയാണ് അല്ലെ, എന്താ പറയുന്നത്? ദേഹി അഭിമാനിയാകൂ, ആത്മാ അഭിമാനിയാകൂ. സത്യുഗമേ ആത്മാ അഭിമാനി രഹത്തെ ഹെ. സത്യുഗത്തിലെ ദേവതകളെല്ലാം ആത്മാഭിമാനികളാണ്. അപ്പൊ ബാബ് कहते हैं ദേഹി അഭിമാനി ബനോ, പരമാത്മാ കോ നഹീ ജാനത്തെ ഹെ. സത്യുഗത്തിലെ എല്ലാ ദേവതകളും ആത്മാഭിമാനികളാണ്, പക്ഷെ അവർക്ക് പരമാത്മാവിനെ അറിഞ്ഞില്ല. യഹാ തും ദേഹ അഭിമാനി ഹോ और परमात्मा को भी नहीं जानते. ഇവിടെയാണെങ്കിലോ അല്ലെ, നിങ്ങള് കലിയുഗത്തിലുള്ളവരെല്ലാം ദേഹാഭിമാനികളാണ്, പരമാത്മാവിനെ പോലും അറിയില്ല. इसलिए तुम्हारी ऐसी दुर्गति होगी. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെയുള്ള ദുർഗതി ഉണ്ടായിട്ടുള്ളത്. तो यहाँ तुम देह अभिमानी ही तो दुर्गति को भी समझते नहीं है. ബാബ പറയാണ്, ദുർഗതി എന്താണെന്ന് പോലും അല്ലെ ആരും ഇവിടെ മനസ്സിലാക്കുന്നില്ല. ജിൻകെ പാസ് ധൻ ബഹുത് ഹൈ वो समझते हैं हम स्वर्ग में बैठे हैं. ആരുടെ പക്കലാണ് നിറയെ സമ്പത്തുള്ളത്, അവരുടെ വിചാരം ഞങ്ങൾ സ്വർഗത്തിലാണ് വസിക്കുന്നത് എന്നാണ്. ബാബ कहते हैं ये सब गरीब बन जाते हैं क्योंकि विनाश होना है. ബാബ പറയുന്ന എത്ര മാത്രം സമ്പത്ത് ഉണ്ടെങ്കിലും സ്വർഗത്തിലാണ് ഇരിക്കുന്നതെന്ന് വിചാരിച്ചാലും ബാബ പറയാണ് എല്ലാവരും നിർധനരായി മാറും. വിനാശം ഇവിടെ സംഭവിക്കും. വിനാശ് ഹോനാത്തോ അച്ചാഹി അല്ലെ, വിനാശം ഇവിടെ സംഭവിക്കുക തന്നെ ചെയ്യും, അത് വളരെ നല്ലതിനാണ്. ഹം ഫിർ മുക്തിധാമേ ചലെ ജായേ. വിനാശം വരുമ്പോ നമ്മുടെ എല്ലാ ആത്മാക്കളും മുക്തിധാമത്തിലേക്ക് പോകും. ഇസ്തേത്തോ ഖുശ് ഹോനാ ചാഹിയേ അല്ലെ, നമ്മള് ഈ ദുഃഖത്തിന്റെ ലോകത്തിൽ നിന്ന് മുക്തി നേടി മുക്തിയുടെ ലോകത്തിലേക്ക് പോകുമല്ലോ, അതിന്റെ സന്തോഷം ഉണ്ടായിരിക്കണം. തും മരണയ്ക്ക് ലിയേ തയ്യാർ കറേ. നമ്മൾ കുട്ടികള് മരിക്കാൻ വേണ്ടിയാണ് തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യക്കോ മരണത്തെ ഡർത്തേഹേ. മനുഷ്യർക്കാണെങ്കിൽ മരിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. ബാബുക്കോ വൈകുണ്ഠിലെ ചലനത്തിലെ ലായക് ബനാരി. ബാബ കുട്ടികളെ വൈകുണ്ഠത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. പതീതത്തോ പതി ദുനിയാമേക്ക് ജനം രഹത്തെ. പതീതമായവർ പതീതമായ ലോകത്തിൽ ജന്മങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്വർഗവാസി കൊയ്ബി നെക്കി കൊത്തി. സ്വർഗവാസികള് ഇവിടെ ആരും തന്നെ ഇല്ല അല്ലെ. പതിതരായ മനുഷ്യരെ പതിതമായ ലോകത്തിൽ തന്നെ വീണ്ടും പുനർജനിക്കുന്നു. പവിത്രമൻ. ഏറ്റവും മുഖ്യമായിട്ടുള്ള കാര്യം ബാബ നമ്മളോട് പറയുന്നത് പവിത്രമാകും. പവിത്ര ബന്നെ ബിഗർ പവിത്ര ദുനിയാവിൽ ചലനകി സക്തി അല്ലെ. പവിത്രമാകാതെ പവിത്രമായ ലോകത്തിലേക്ക് പോകാൻ സാധ്യമേ ഇല്ല. പവിത്രത പർ ഈ അബലാവും പർ മാർ പട്ടി. പവിത്രതയുടെ പേരിലാണ് അബലകൾ അടി മേടിച്ചുകൊണ്ടിരിക്കുന്നത്, പവിത്രതയുടെ പേരിലാണ്. വിഷുക്കോ അമൃത സമയത്തേക്ക് അല്ലെ, വിഷം വികാരമാകുന്ന വിഷം അമൃതമാണെന്ന് വിചാരിച്ചിട്ട് അബലകള് അടിമേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ജ്ഞാനാമൃത ബാബ വന്ന് കുട്ടികളെ ജ്ഞാനാമൃതം കുടിപ്പിക്കുകയാണ്. ഈ ജ്ഞാനാമൃതത്തിലൂടെ നിങ്ങൾ കുട്ടികൾ വജ്ര സമാനമാക്കി ബാബ മാറ്റുകയാണ്. തീർത്തും വിഷു കാക്കർ കൗടി ജേസെ തുമ്പൻത്തെ. പിന്നെ നിങ്ങൾ വികാരങ്ങളാകുന്ന വിഷം കുടിച്ചിട്ട് എങ്ങനെയാണ് കക്കയ്ക്ക് സമാനമായി മാറിയത്? അധകൽപ്പത്തിനെ വിഷുക്കായ അബമേരി ആഗ്യാമാൻ. അരകൽപ്പകാലം നിങ്ങള് വിഷമാണ് കഴിച്ചത്, ഇപ്പോൾ നിങ്ങൾ എന്റെ ആജ്ഞ അനുസരിക്കും. നഹിത്തോ ധർമ്മരാജയ്ക്ക് ടണ്ടേ കാണപ്പെടെ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ധർമ്മരാജന്റെ അടി മേടിക്കേണ്ടി വരും. तो लौकिक बाप भी करते हैं बच्चे ऐसा काम नहीं करो जो कुल का नाम बदनाम हो. ലൗകിക അച്ഛൻ പോലും നമ്മളോട് പറയാണ്, കുട്ടികളെ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. ലൗകിക കുലത്തിന് പേരുദോഷം ഉണ്ടാക്കുന്ന വിധത്തിൽ അല്ലെ
തന്റെ കുടുംബത്തിന് അല്ലെ പേദോഷം ഉണ്ടാകുന്ന വിധത്തിൽ യാതൊരു കാര്യങ്ങളും ചെയ്യരുത്. ശ്രീമത് പർച്ചലോ പവിത്ര ബനും. പരിധികളില്ലാത്ത അച്ഛൻ പറയാണ്, ശ്രീമത് പ്രകാരം നടക്കൂ, പവിത്രമായി മാറും. അഗർ കാംചിത पर बैठे तो तुम्हारा मुंह काला तो है. അല്ലെ, നിങ്ങൾ കാമചിതയിൽ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുഖം കറുത്തു പോകും. ഓർഹി കാല കൊജായിക. ഓൾറെഡി നിങ്ങൾ എന്താണ് ഇപ്പോ ജന്മങ്ങൾ എടുത്തെടുത്തെടുത്ത് ആത്മാവിന്റെ പ്രകാശമൊക്കെ നഷ്ടപ്പെട്ട് ഓൾറെഡി ആത്മാവ് ഇരുട്ടിനാണ്ട് ആത്മാവ് കറുത്തു പോയിരിക്കുകയാണ്. ഇനി കാമചിതയിൽ ഇരുന്നാൽ എന്ത് സംഭവിക്കും? കൂടുതൽ കറുത്തു പോകും. അഭി തുമക്കോ ജ്ഞാൻ ചിത പർ ബിട്ടായി ഗോര ബനാത്തി. ഇപ്പൊ ബാബ കുട്ടികളെ ജ്ഞാനചിതയിലിരുത്തി വെളുപ്പാക്കി മാറ്റും. കാംചിത പർ ബൈഠനെ സേ സ്വർഗ്ഗ കാ മുഹ് ഭി നഹീ ദേഖ് സകേംഗെ. കാമചിതയിൽ ഇരിക്കുകയാണെങ്കിൽ സ്വർഗം പോലും അല്ലെ, സ്വർഗത്തെ പുറത്തുനിന്ന് പോലും കാണാൻ സാധിക്കില്ല. ഇസ്ലിയെ ബാബ് കഹത്തെ ഹൈ അബ് ശ്രീമത് പർ ചലോ. അതുകൊണ്ട് ബാബ കുട്ടികളോട് പറയാണ്, മക്കളെ ഇപ്പോൾ ശ്രീമത് പ്രകാരം നടക്കും. ബാബ് തോ ബച്ചോ സേ ഹി ബാത് കരേ. ബാബ കുട്ടികളോടാണ് സംസാരിക്കുന്നത്. ബच्चे जानते हैं बाप हमको स्वर्ग का वर्षा देने आए. കുട്ടികൾക്ക് അറിയാം ബാബ നമുക്ക് സ്വർഗത്തിന്റെ സ്വത്ത് നൽകുവാനായിട്ട് വന്നിരിക്കുകയാണ്. കലിയുഗ അപ്പൊ പുരാമന. ഇപ്പോൾ കലിയുഗം പൂർത്തിയാവുകയാണ്. जो बाप की श्रीमत पर चलेंगे उनकी ही सद्गति. ആരാണോ ബാബയുടെ ശ്രീമത്തിലൂടെ നടക്കുന്നത് അവരുടെ സദ്ഗതി ഉണ്ടാകും. പവിത്ര നഹി ബനെങ്കി तो सजा खाकर अपने घर में चले जाएंगे. പവിത്രമായില്ല എങ്കിൽ ശിക്ഷകൾ അനുഭവിച്ച് അവരവരുടെ ധർമ്മത്തിലേക്ക് മടങ്ങിപ്പോകും. ഭാരതവാസി സ്വർഗവാസി. ഭാരതവാസികളാണ് സ്വർഗവാസികളായിരുന്നത്. സ്വർഗവാസി ദേവതകൾ, സൂര്യവംശ ദേവതകളായിരുന്നത് ഭാരതവാസികളാണ്. അബ് പതിത് ബൻപടെ. ജന്മങ്ങൾ എടുത്തെടുത്ത് ഇപ്പൊ എന്തായി? പതീതരായിട്ട് മാറിയിരിക്കുകയാണ്. സ്വർഗ പതാക്കിനി. ഇപ്പൊ നമുക്ക് സ്വർഗം എന്താന്ന് ചോദിച്ചാൽ അറിയേയില്ല അല്ലെ. ബാബ് कहते हैं तुम मेरी श्रीमत पर ना चल, औरों की मत पर चल, विकार में गई तो मरे. അല്ലെ, ബാബ പറയാണ്, കുട്ടികളെ നിങ്ങൾ എന്റെ ശ്രീമത് പ്രകാരം നടക്കാതെ മറ്റുള്ളവര് പറയുന്ന വഴിയിലൂടെ നടന്ന് വികാരത്തിലേക്ക് പോയി നിങ്ങളുടെ ആത്മാവ് മരിച്ചുപോയി. तो फिर वह पिछाड़ी में स्वर्ग में आएंगे परंतु पद बहुत हल्का पाएंगे. അപ്പൊ ബാബ പറയാണ്, എന്റെ ശ്രീമത്തിലൂടെ നടക്കാതെ നിങ്ങൾ കുട്ടികള് അല്ലെ മറ്റുള്ളവര് പറയുന്നത് കേട്ട് നടന്ന് എന്ത് സംഭവിച്ചു അല്ലെ? ബാബ പറയാണ്, പഞ്ചവികാരങ്ങൾ കടിമപ്പെട്ട് ആത്മാവ് മരിച്ചു അല്ലെ. പിന്നെ നിങ്ങൾ സ്വർഗത്തിലേക്ക് വരും, പക്ഷെ പദവി നിങ്ങളുടെ വളരെ ലൈറ്റ് ആകും, പദവി കുറഞ്ഞു പോകും. तो अभी जो साहूकार है वो गरीब बन जाते हैं. ഈ സമയത്ത് ബാബ പറയാണ്, ആരാണോ വലിയ സമ്പന്നരായിരിക്കുന്ന വ്യക്തികൾ, കോടീശ്വരന്മാരായിരിക്കുന്ന വ്യക്തികൾ, അവരെല്ലാം നിർധനരായിട്ട് മാറും. പക്ഷെ ഇവിടെ ആരാണോ നിർധനരായിട്ടുള്ളത് അവര് പോയി സത്യയുഗത്തില് സമ്പന്നരായി മാറും. ബാബ് ഗരീബ് വിഭാജി. ബാബ പാവങ്ങളുടെ പങ്കാളിയാണ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ് അല്ലെ? ബാബ പറയില്ലേ, ഇത്ര നമ്മൾ ഇവിടെ സമ്പന്നത ഉണ്ടെങ്കിലും നമ്മള് എന്താണ് ഒന്നില്ലെങ്കില് പല തരത്തില് അത് നമുക്ക് നഷ്ടപ്പെടാം, ഇല്ലാതാകാം. പക്ഷെ ഇവിടെ ബാബ കുട്ടികളെ പഠിപ്പിക്കുന്നു, ദേവതയാക്കി മാറ്റുന്നു. അപ്പോ എന്താണ്? സത്യയുഗത്തിൽ നമ്മൾ ഏറ്റവും സമ്പന്നരാണ്. ബാബ പാവങ്ങളുടെ പങ്കാളിയാണ്. സാരാ മദർ പവിത്രത പർ ബാക്കി സാഥി യോഗ ലഗാനെ സെ തും പാവൻ ബൻ ജായേംഗെ. ഏറ്റവും പ്രധാനമായ കാര്യം പവിത്രതയാണ് അല്ലെ. ബാബയുടെ കൂടെ കുട്ടികൾ യോഗം വെക്കുന്നതിലൂടെ കുട്ടികൾ പാവനമായി മാറുന്നു, പവിത്രമാകുന്നു. ബാബ ബच्चों को समझाते हैं मैं तुमको राजयोग सिखलाता. ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്, കുട്ടികളെ ഞാൻ നിങ്ങൾക്ക് രാജയോഗം പഠിപ്പിച്ചു തരും. മേ ഗർഭാർണയ്ക്ക് ചുടാത്താഹും. ഞാൻ ഒരിക്കലും വീടും കുടുംബവും നിങ്ങളെ കൊണ്ട് ഉപേക്ഷിപ്പിക്കുന്നില്ല. വൽ ഗർമേ രഹോ പരന്തു വികാർ മേ മത് ജാओ. कोई भी देवदारी को याद नहीं करो, इस समय सब पतित है. അല്ലെ, ബാബ പറയാണ്, കുട്ടികളെ നിങ്ങള് വീട്ടിൽ ജീവിച്ചുകൊള്ളു, പക്ഷെ നിങ്ങൾ എങ്ങനെ ജീവിക്കണം? പവിത്രമായി ജീവിക്കും. ബാബ പറയാണ്, ഒരു ദേഹധാരികളെയും നിങ്ങൾ ഓർമ്മിക്കരുത്, കാരണം ഈ സമയത്ത് എല്ലാവരും തന്നെ പതീതരാണ്. സത്യയുഗമേ പാവൻ ദേവതാകെ
ഈ സമയം ഭൂമി പതിതപൻ പടാകെ. ബാബ പറയുന്ന സത്യത്തിലെ പാവന ദേവതകളായിരുന്നു. ഈ സമയത്ത് ദേവതകളും പതീതരായിട്ട് മാറിയിരിക്കുകയാണ്. പുനർജന്മ ലേത്തെ ലേത്തെ അവ അന്തിम ജന്മം പോകിയായി. പുനർജന്മം എടുത്ത് നമ്മളിപ്പോൾ അന്തിമ ജന്മത്തിലേക്ക് വന്നിരിക്കുകയാണ്. तो तुम सब पार्वतियां, तुमको अब अमरनाथ बाप अमर कഥ सुना रही. ബാബ പറയാണ് കുട്ടികൾ എല്ലാവരും ആരാണ്? പാർവതികളാണ്. പാർവതികൾക്ക് അമർനാഥായ ബാബ അമര കഥ കേൾപ്പിക്കുകയാണ്. അമർപുരിക മാലിക് തനാക്കി. ഇതിലാണ് ബാബ വരുന്നത്? അമരപുരിയുടെ അധികാരികളാക്കി മാറ്റാൻ. അബ് അമർനാഥ് ബാബു യാദ് കരും. ഇപ്പോൾ അമർനാഥായ അച്ഛനെ ഓർമ്മിക്കും. യാദസ്ഥേക്ക് തുമാരെ വികർമ്മ വിനാശം. ബാബയുടെ ഓർമ്മയിൽ ഇരിക്കണം. ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുന്നതിലൂടെ മാത്രമാണ് നമ്മുടെ വികർമ്മങ്ങൾ വിനാശമാകുന്നത്. ബാക്കി ശിവശങ്കർ പാർവതി കൊയ് പഹാഡോം പർ നഹി ബൈഠേ. ബാബ പറയാണ് ശിവനും ശങ്കരനും പാർവതിയൊന്നും ഒരിക്കലും പർവ്വത മുകളിലല്ല ഇരിക്കുന്നത്. കൈലാസത്തില് പാർവതിയും അല്ലെ ശിവനും ഒക്കെ ഇരിപ്പുണ്ട് എന്നാണ് പറയുന്നത്. ബാബ പറയാണ് കുട്ടികളെ നിങ്ങളാണ് പാർവതി അല്ലെ, പരമാത്മാവാണ് ശിവൻ. ഇപ്പോ അമരനാഥൻ വന്നിട്ട് അല്ലെ പാർവതികൾക്ക് അമര കഥ കേൾപ്പിക്കുകയാണ്. അമരപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ, സത്യയുഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ. അപ്പൊ ബാബ പറയാണ് അല്ലെ അപ്പോ കൈലാസത്തിലെ ശിവനും പാർവതിയും ഒക്കെ ഉണ്ട് എന്നുള്ളത് നമ്മള് ഭക്തി മാർഗത്തിൽ മനസ്സിലാക്കി വെച്ചതാണ്. യേസ ഭക്തി മാർഗക്കെ തക്കേഹി അതാ കൽപ്പ് ബഹുത് തക്കേക്കായി. ബാബ പറയണ ഭക്തി മാർഗത്തില് അരകൽപ്പകാലം നമ്മൾ കുട്ടികൾ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ജ്ഞാനം ഉണ്ടായിരുന്നില്ല. നമ്മള് അജ്ഞരായിരുന്നു അല്ലെ. അജ്ഞതയില് നമ്മള് എന്ത് ചെയ്തു? അതായത് ദ്വാപരയുഗത്തിലേക്ക് നമ്മൾ വന്നപ്പോഴേക്കും സത്യയുഗത്തിലെ സൂര്യവംശ ദേവതകളായിരുന്നു നമ്മള്. പിന്നെ നമ്മൾ ത്രേതായുഗത്തിലെ ചന്ദ്രവംശ ദേവതകളായിരുന്നു അല്ലെ. അപ്പോഴൊക്കെ നമ്മൾ ആത്മാഭിമാനികളായിരുന്നു. ഈ ജ്ഞാനത്തിന്റെ ധാരണ സ്വരൂപരായിരുന്നു. പ്രാക്ടിക്കലി നമ്മൾ എന്താണ് ഈ ജ്ഞാനത്തിലൂടെ ആർജിച്ച ആ ഗുണങ്ങളും വിശേഷതകളും നന്മകളും അല്ലെ വളരെ എന്താണ് ആത്മീയമായ ശക്തിയൊക്കെ നിറഞ്ഞൊരു വ്യക്തിത്വം നമുക്കുണ്ടായിരുന്നു. പക്ഷെ ദ്വാപര യുഗത്തിലേക്ക് വന്നപ്പോഴേക്കും നമ്മൾ ദേഹാഭിമാനത്തിലേക്ക് വന്നു അല്ലെ. ദേഹാഭിമാനത്തിലേക്ക് വന്നപ്പോഴേക്കും ഓരോരോ വികാരങ്ങളായിട്ട് നമ്മളിലേക്ക് വന്നു. ആ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് കർമ്മങ്ങൾ ചെയ്തപ്പോഴേക്കും എന്ത് സംഭവിച്ചു? നമ്മുടെ പാപകർമ്മങ്ങളുടെ തിക്തഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് നമുക്ക് ദുഃഖങ്ങളായിട്ട് മാറി. അപ്പോ ആ സമയത്ത് നമ്മൾ ഈശ്വരനെ വിളിക്കാൻ ആരംഭിച്ചു അല്ലെ. ഭഗവാനെ വിളിക്കാനായിട്ട് നമ്മൾ ആരംഭിച്ചു. അപ്പൊ ഭഗവാനെ വിളിക്കാൻ നമ്മൾ എന്തുകൊണ്ട് ആരംഭിച്ചത്? കാരണം എന്താന്ന് വെച്ചാല് ലോകം അതിന്റെ പതനത്തിലേക്ക് പോകുന്നു, നമ്മളും ദേഹാഭിമാനത്തിലേക്ക് പോകുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ പതനം എന്ന് പറയുന്നത് വളരെ അതിശക്തമായിട്ട് സംഭവിക്കാം. അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ താഴത്ത് മുകളിൽ നിന്ന് താഴേക്ക് പോകുമ്പോൾ അല്ലെ പടി ഇറങ്ങി കൈവരി പിടിച്ച് നമ്മൾ താഴെ ഇറങ്ങുന്നു. അതേപോലെ ഭക്തി എന്ന് പറയുന്നത് എന്താണ്? കൈവരിയാണ്. നമ്മൾ ഇറങ്ങുകയാണ്. കാരണം സത്യയുഗം മുതൽ എന്താണ് ആത്മാവ് ഓരോ ജന്മങ്ങൾ എടുക്കുമ്പോഴും അല്ലെ ആത്മാവിന്റെ ക്വാളിറ്റി കുറഞ്ഞു വരികയാണ് അല്ലെ. ദേവതയിൽ നിന്ന് നമ്മൾ എന്തായി? സൂര്യവംശ ദേവത, ചന്ദ്രവംശ ദേവതയായി, പിന്നെ നമ്മൾ വൈശ്യനായി, ശൂദ്രനായി അല്ലെ. അങ്ങനെയാണ് നമ്മൾ വരുന്നത്. അപ്പോ അവിടെ നമ്മുടെ ജന്മങ്ങളിലൂടെ നമ്മൾ ഇറങ്ങുകയാണ്. പക്ഷെ അതിനു വേണ്ടി നമ്മൾ ഇറങ്ങുമ്പോൾ പതുക്കെ പിടിച്ചിറങ്ങാനായിട്ട് കുത്തനെ നമ്മൾ പതിക്കാതിരിക്കാനായിട്ടുള്ള ഒരു കൈവരി മാത്രമാണ്. പക്ഷെ അവിടെ നമ്മൾ അജ്ഞതയിലാണ്. ഭക്തി ചെയ്യുമ്പോഴും നമ്മൾ അജ്ഞതയിലാണ്. ഇപ്പൊ ഇരുട്ടത്ത് സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥ എന്താണ്? ഇരുട്ടത്ത് തപ്പി തടഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ വീഴാം അല്ലെ. ആ ഒരു അവസ്ഥയാണ്. ഇപ്പൊ ഭക്തി നമ്മൾ ചെയ്തെങ്കിൽ പോലും അരകൽപ്പകാലം നമ്മള് ആകെ തപ്പി തടഞ്ഞ് നടക്കരുത്. നമ്മൾ വീണില്ലെന്ന് മാത്രം. മുഖ്യ ബാത് ഹേ കി പവിത്ര രഹനെ. यहाँ जब बहुत अत्याचार करते हैं तो पाप का गड़ा भरा जाता है, विनाश होता है. മുഖ്യമായിട്ടുള്ള കാര്യം പവിത്രമാക്കുക. ബാബ പറയാണ് ഇന്ന് ലോകത്തിൽ എന്തെല്ലാം അത്യാചാരങ്ങൾ നടക്കും. പാപക്കുടം നിറഞ്ഞിരിക്കുകയാണ് അല്ലെ. ഇവിടെ മനുഷ്യൻ പാപങ്ങൾ ചെയ്ത് അത്യാചാരങ്ങൾ വർദ്ധിക്കുമ്പോൾ പാപക്കുടം നിറയുകയാണ്. അപ്പോഴാണ് ലോകത്തിന്റെ വിനാശം സംഭവിക്കുന്നത്. अब एक जन्म पवित्र बनो तो पवित्र दुनिया के मालिक बन जाए. ബാബ പറയാണ് കുട്ടികളെ ഒരു ജന്മം പവിത്രമാകൂ എങ്കിൽ പവിത്രമായ ലോകത്തിന്റെ അധികാരികളാകാം. अब जो श्रीमत पर चले, अगर कल्प पहले श्रीमत पर नहीं चलेंगे, अभी भी नहीं चलेंगे,
ഞാൻ പതുപ്പായെങ്കിൽ അല്ലെ. ഇപ്പോൾ കുട്ടികൾ ബാബയുടെ ശ്രേഷ്ഠമായ മാർഗദർശനം അഥവാ ശ്രീമത്തിലൂടെ നടക്കും അല്ലെ. ബാബ പറയുന്ന കൽപ്പം മുമ്പ് ശ്രീമത്തിലൂടെ നടന്നിട്ടില്ലെങ്കിൽ ഇപ്പോഴും നടക്കുകയില്ല, പദവിയും നേടുകയില്ല. ഏക വാക്യത്തും വെച്ചേക്കും. വലിയൊരു ആത്മീയ അച്ഛന്റെ മക്കളാണ് നിങ്ങൾ. തുംതോ ആപസ്മേ ഭായി ബഹൻ ഹോഗേ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ പരസ്പരം സഹോദരി സഹോദരന്മാരാണ്. പരന്തു ബാപ് കാ ബൻകർ അഗർ ഗിരേ തോ ഓർ ഭി രസാതാൽ മേ ചലേ ജായേംഗേ. ബാബയുടേതായി മാറിയിട്ട് നമ്മൾ വീണ്ടും അല്ലെ പതനത്തിലേക്ക് പോയാൽ ബാബ പറയാണ് അല്ലെ തീർച്ചയായിട്ടും നമുക്ക് കോടതിയിലേക്ക്, ധർമ്മരാജന്റെ കോടതിയിലേക്ക് പോകേണ്ടി വരും അല്ലെ. ഓർഹി പാപാത്മ ബഞ്ചായിക്കെ അല്ലെ, കൂടുതൽ പാപാത്മാവായിട്ട് വീണ്ടും പാപാത്മാവായിട്ട് മാറും. ഈശ്വരീയ ഗവൺമെന്റ്, ഇതാണ് ഈശ്വരീയ ഗവൺമെന്റ്. അഗർ മേരി മത് പർ പവിത്ര നഹി ബനെ തോ ധർമ്മരാജ് ദ്വാര ബഹുത് കടി സജ കാനി പടി. ബാബ പറയാണ് എന്റെ ശ്രീമത്തിലൂടെ കുട്ടികൾ പവിത്രമായില്ലെങ്കിൽ ധർമ്മരാജനിലൂടെ അടുത്ത ശിക്ഷകൾ കുട്ടികൾക്ക് അനുഭവിക്കേണ്ടി വരും. ജന്മ ജന്മാന്തർ കെ जो पाप किए के उन सब की सजा काकर हिसाब किताब चुकता करना होगा അല്ലെ. ജന്മ ജന്മാന്തരങ്ങളിലെ അല്ലെ ജന്മജന്മാന്തരങ്ങൾ പാപം ചെയ്തിട്ടുണ്ട്, അതിന്റെ എല്ലാം ശിക്ഷകൾ അനുഭവിച്ചിട്ട് കർമ്മക്കണക്കുകൾ എല്ലാം തീർക്കേണ്ടതായിട്ട് വരും. ജനം ജന്മാന്തർ കെ ജോ പാപ കിए तो योग बल के विकर्म को भस्म करना होगा. ബാബ പറയാണ് യോഗബലത്തിലൂടെ നമ്മൾ വികർമ്മങ്ങളെ ഭസ്മമാക്കണം. യാതോ ബഹുത് കടി സജ കാനിപ്പടി. കാരണം നമ്മുടെ കർമ്മക്കണക്കുകളുടെ ചുരുളുകൾ അഴിഞ്ഞു വരുമ്പോ അല്ലെ നമുക്ക് അതില് നല്ല കർമ്മങ്ങളുടെ ഫലം നമ്മളിലേക്ക് വരികയും നമ്മൾ ഏതൊക്കെയോ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഇതിന് സംഭവിച്ചിട്ടുള്ളതിന്റെ ശിക്ഷകൾ നമുക്ക് തന്നെ അനുഭവിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ബാബ പറയാണ് കുട്ടികളെ ബാബയെ ബാബയുടെ ഓർമ്മയിൽ സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി പരമാത്മാവിനെ ഓർമ്മിക്കൂ. പരമധാമത്തിൽ ചെന്ന് പരമാത്മാവിനെ ഓർമ്മിക്കൂ. ബാബ പറയാണ് അങ്ങനെ കുട്ടികള് ആത്മസ്മൃതിയിൽ പരമാത്മാവിനെ സ്മരിക്കുമ്പോൾ യോഗബലത്തിലൂടെ വികർമ്മങ്ങൾ ഭസ്മം. പരമാത്മാവിന്റെ ഓർമ്മയിലൂടെയാണ് വികർമ്മങ്ങൾ ഭസ്മമാകുന്നത്. इतने डर ब्रह्म कुमार कुमारियां हैं सब पवित्र रहते हैं भारत को स्वर्ग बनाते हैं. ബാബ പറയണ അനേക ബ്രഹ്മകുമാർ കുമാരികളുണ്ട്, എല്ലാവരും പവിത്രമായി ജീവിക്കുന്നു, ഭാരതത്തെ സ്വർഗമാക്കി മാറ്റുന്നു. തുംഹോ ശിവശക്തി പാണ്ഡവസേന ഗോപഗോപിയ. ബാബ പറയാണ് നിങ്ങൾ ശിവശക്തി പാണ്ഡവസേനയാണ്, നിങ്ങൾ ഗോപഗോപികമാരാണ്. तो उसमें दोनों आ जाते हैं, ഭഗവാൻ തുമ്പോ പടാത്തെ അല്ലെ. ബാബ പറയാണ് പാണ്ഡവരുണ്ട് ശക്തികളുണ്ട്. ബാബ പാണ്ഡവരെന്ന് പറഞ്ഞ ഭായിമാരെയാണ്, ശക്തികൾ എന്ന് പറയുന്നത് അല്ലെ അമ്മമാരെയാണ്. അപ്പൊ ബാബ പറഞ്ഞു പാണ്ഡവർ ഇത് പാണ്ഡവ സേനയാണ്, ശിവശക്തി പാണ്ഡവ സേന, ശിവശക്തികളാണ് അമ്മമാര്. അപ്പൊ ബാബ പറയാണ് രണ്ട് കൂട്ടരും ഇവിടെ ഉണ്ട്. ഭഗവാൻ തുമ്പോ പടാത്തെ അല്ലെ, പരമാത്മാവ് കുട്ടികളെ പഠിപ്പിക്കുകയാണ്. ലക്ഷ്മി നാരായൺ കോ ഭഗവതി ഭഗവാൻ കത്തി. ലക്ഷ്മി നാരായണനെ ഭഗവാൻ ഭഗവതി എന്നാണ് വിളിക്കുന്നത്. ഉനോക്കോ സെരൂർ ഭഗവാനിലേക്ക് വർഷത്തിയാവുക. തീർച്ചയായിട്ടും ലക്ഷ്മി നാരായണന് അല്ലെ ഭഗവാൻ പരമാത്മാവാണ്, ഭഗവാനാണ് സ്വത്ത് നൽകിയത്. ലക്ഷ്മി നാരായണൻ സത്യയുഗത്തിലെ വിശ്വമഹാരാജനും വിശ്വമഹാറാണിയുമായി ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താ? ഭഗവാനാണ് സ്വത്ത് നൽകിയത്. ഭഗവാൻ ഹി ആക്കർ തുംകോ ദേവത ബനാത്തെ. ഭഗവാൻ വന്നിട്ട് കുട്ടികളെ ദേവതയാക്കി മാറ്റുകയാണ്. സത്യയുഗമേ യഥാ രാജാ റാണി തഥാ പ്രജ രതി. സത്യയുഗത്തിൽ രാജാവും റാണിയും പ്രജകളും തുല്യരാണ്. സബ് ശ്രേഷ്ഠാചാര്യത്തെ, അവിടെ എല്ലാവരും ശ്രേഷ്ഠാചാര്യ ദേവതകളായിരുന്നു. അബ് രാവൺ രാജ്യം. ബാബ പറയാൻ ഈ സമയത്ത് ഇത് രാവണ രാജ്യമാണ്. അഗർ രാമരാജ്യമേ ചലന കേട്ടു പവിത്ര ബനോ രാംകി മത്പർ അല്ലെ. ഇവിടെ ബാബ പറയാണ് രാമൻ എന്ന് പറഞ്ഞ പരമാത്മാവാണ് അല്ലെ. ഇപ്പോൾ രാമരാജ്യത്തിലേക്ക്, രാവണ രാജ്യമാണ് ഇത്, പക്ഷെ ബാബ സ്ഥാപിക്കുന്നത് രാമരാജ്യമാണ്. രാമരാജ്യത്തിലേക്ക് പോകണമെങ്കിൽ പവിത്രമാകൂ, രാമന്റെ വഴിയിലൂടെ നടക്കൂ. രാവണിക്ക് മനസ്സേ തുമാരി ദുർഗതി ഹോത്തി. രാവണന്റെ വഴിയിലൂടെ നടന്നാൽ നിങ്ങളുടെ ദുർഗതി ഉണ്ടാകും. ഗായ ഹുവാബിയെ കിൻകി ദർബി രഹേഗി ദൂർ സോന ആദി ജമീൻ മേ ദീവാരോं में छपाते हैं.
അല്ലെ ബാബ പറയാണ് അല്ലെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഒരു പ്രകൃതിക്ഷോഭം വന്നു, ഭൂകമ്പം വരുമ്പോ എല്ലാം ഭൂമിക്കടിയിലോട്ട് പോകില്ലേ, വെള്ളപ്പൊക്കം വരുമ്പോ എല്ലാം വെള്ളം കൊണ്ടുപോകും അല്ലെ, ഇങ്ങനെ എന്തെല്ലാം പ്രകാരത്തില് അല്ലെ എല്ലാവർക്കും എന്തെല്ലാം നഷ്ടപ്പെടുന്ന വിനാശത്തില്. അപ്പൊ ബാബ പറയാണ് വിനാശം ഇവിടെ സംഭവിക്കുക തന്നെ ചെയ്യും. അപ്പൊ ബാബ പറയാണ് ശരിക്കും ഈ എന്താ സത്യയുഗത്തിൽ വരുമ്പോ ഈ സ്വർണവും ഇതെല്ലാം എന്തെല്ലാം സമ്പത്തുണ്ടോ ഭൂമിയിൽ അതെല്ലാം മുകളിലേക്ക് വരികയാണ്. രത്നങ്ങളും വജ്രങ്ങളും വൈഡൂര്യങ്ങളും സ്വർണവും എല്ലാം മുകളിലേക്ക് വരിക. അപ്പൊ ബാബ പറയുകയാണ് സത്യയുഗത്തില് സ്വർണ്ണ മേഖലകളാണ്. ഇവിടെ മനുഷ്യര് മല വെട്ടിയെടുക്കുന്ന പോലെ അല്ലെങ്കിൽ ചെങ്കല്ലുകളൊക്കെ വെട്ടിയെടുക്കുന്ന പോലെ അവിടെ സ്വർണമായിരിക്കും വെട്ടിയെടുക്കുന്നത്, സ്വർണത്തിന്റെ മലകളായിരിക്കും. അപ്പോ ബാബ പറയാണ് അവിടെ സ്വർണ്ണ കൊട്ടാരങ്ങളില് നമ്മൾ എന്താ ചെയ്യുന്നത് അല്ലെ, എമൽഷൻ പെയിന്റ് അല്ല അടിക്കുന്നത്, പിന്നെ എന്താണ് രത്നങ്ങളും വജ്രങ്ങളും വൈഡൂര്യങ്ങളും പതിക്കുകയാണ് ചെയ്യുന്നത്. അചാനക് മരയും കേട്ടോ സബ് ചെയ്യാകി ലഭിച്ചായി. ബാബ പറയുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള മരണങ്ങൾ ഇവിടെ സംഭവിക്കുമ്പോൾ എല്ലാം ഇവിടെ തന്നെ വിട്ടിട്ട് പോകേണ്ടി വരികയാണ്, വിനാശം സംഭവിക്കുക തന്നെ ചെയ്യും. എർത്ത് ആദി ജബ് ഹോത്തി ഹെ തോ ചോർ ലോഗ് ഭി ബഹുത് നിക്കൽ പഡ്തേ ഹെ. ഭൂകമ്പമൊക്കെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും, നിറയെ കള്ളന്മാര് വരും. കാരണം എന്താണ്, ഭൂകമ്പത്തില് എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവരുടെ നഷ്ടപ്പെട്ടതും വല്ലതും മോഷ്ടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് കള്ളന്മാര് വരും. अब धनी बाप आएगी तुमको अपना बनाकर स्वर्ग का मालिक बनाൻ. ഇപ്പോൾ അല്ലെ നാഥനായ അച്ഛൻ വന്നിരിക്കുകയാണ്, കുട്ടികളെ സമ്പന്നരാക്കി മാറ്റി വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റുന്നു. आजकल वानप्रस्थ अवस्था में विकार बिगर रह नहीं सकते, बिल्कुल तमो प्रधान हो गए हैं. ബാബ പറയുന്നത് ഇന്നത്തെ കാലത്ത് വാനപ്രസ്ഥയായിട്ട് പോലും വികാരമില്ലാതെ ജീവിക്കാൻ കഴിയുന്നില്ല. കാരണം ലോകം ഇന്ന് അത്രയും തമോ പ്രധാനമായി തീർന്നു. ബാപ്പു പെച്ചാൻതേ ഹി नहीं, ബാപ്പ് कहते हैं मैं पवित्र बनाने आया. ബാബയെ ആരും തിരിച്ചറിയുന്നില്ല. ബാബ കുട്ടികളോട് പറയാണ്, മക്കളെ ഞാൻ നിങ്ങളെ പവിത്രമാക്കി മാറ്റുവാൻ വന്നിരിക്കുകയാണ്. तो मैं पवित्र बनाई पवित्र दुनिया के स्थापन करने आया. അല്ലെ ഞാൻ നിങ്ങൾ കുട്ടികളെ പവിത്രമാക്കി മാറ്റി പവിത്രമായ ലോകത്തെ സ്ഥാപിക്കുവാനായിട്ട് വന്നിരിക്കുകയാണ്. പതിതബൻ വിഘ്നരാത്തേക്കും, പക്ഷേ ചില കുട്ടികൾ പതിതരായിട്ട് വിഘ്നങ്ങൾ ഉണ്ടാക്കുന്നു. സ്വർഗത്തെ രചന കർമ്മേ ബാധ ഡാൽത്തേക്കും, സ്വർഗത്തിന്റെ രചന ചെയ്യുന്നതിന് അല്ലെ ആ കുട്ടികള് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു. ബഹുത് കടി സജ്ജ കാണിപ്പടേ, അങ്ങനെ ബാബയുടെ കർത്തവ്യത്തിൽ വിഘ്നങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെ ചില കുട്ടികളുടെ സംസ്കാരം എങ്ങനെയാണ്, അവർ വിഘ്നങ്ങൾ ഉണ്ടാക്കും, തടസ്സങ്ങൾ ഉണ്ടാക്കും. അപ്പൊ ബാബ പറയുന്ന കടുത്ത ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വരും. തുമ്പോ സ്വർഗവാസി ബനാനെ, ഞാൻ വന്നിരിക്കുന്നത് തന്നെ കുട്ടികളെ സ്വർഗവാസിയാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ്. ബാബ പറയാണ് കുട്ടികളെ ഇനിയും നിങ്ങൾ പാപങ്ങൾ ചെയ്താൽ ഒരുപാട് നിങ്ങൾക്ക് അയ്യോ അയ്യോ എന്ന് നിലവിളിക്കേണ്ടതായിട്ട് വരും. ഇന്ദ്രസഭ, ഇതാണ് ഇന്ദ്രസഭ. കഹാനീനാണ് വഹ ജ്ഞാന പര്യാപ്തി तो किसी पतित को ले आई तो उनका वाइब्रेशन आता था. പറയാറുണ്ട് ഇന്ദ്രസഭയില് ജ്ഞാനത്തിന്റെ അല്ലെ അപ്സരസുകളായിരുന്നു, ദേവതകളായിരുന്നു അല്ലെ. അപ്പൊ ഇന്ദ്രസഭയിലേക്ക് പതിതരായ ആരെങ്കിലും കൂട്ടിയിട്ട് വന്നാൽ അതിന്റെ വൈബ്രേഷൻ അറിയാൻ സാധിക്കുമായിരുന്നു. ഇന്ദ്രസഭയിലെ ദേവതകളല്ലേ, അവിടെ മനുഷ്യരാരെങ്കിലും വന്ന ഉടനെ മനുഷ്യഗന്ധം അനുഭവപ്പെട്ടെന്ന് പറയില്ലേ, അതേപോലെ ബാബ പറയാണ് അല്ലെ. അതായത് കുട്ടികള് മധുബനിലേക്ക് പോകുമ്പോഴേ ബാബയെ കാണാനായിട്ട് പോകുന്ന സമയത്ത് എന്താണ് അതുപോലെയുള്ള കുട്ടികളെ കൊണ്ടുവരാൻ പാടുള്ളൂ അല്ലെ, അല്ലാത്ത കുട്ടികളെ കൊണ്ടുവരരുത്. കാരണം എന്താണ്, പതിതരായിട്ടുള്ള കുട്ടികളെ കൊണ്ടുവരരുത്, കാരണം അവരുടെ വൈബ്രേഷൻ ഉണ്ടല്ലോ. അപ്പൊ ബാബയുടെ അടുക്കിലേക്ക് അങ്ങനെ കൊണ്ടുവരരുത്. സഭമേ പതിതലേക്ക് വിട്ടായ ചാത്ത അല്ലെ, ബാബയുടെ സന്മുഖത്തിലെ പതിതരായ ആരെയും വരുത്തുന്നില്ല. पवित्रता की प्रतिज्ञा करने भी कर बिठाया नहीं जाता, नहीं तो फिर ले आने वाली पर भी दुख पड़ जाता है. ബാബ പറയാണ് പവിത്രതയുടെ പ്രതിജ്ഞ ചെയ്യിപ്പിക്കാതെ ആരെയും ബാബയുടെ മുന്നിൽ ഇരുത്തുന്നില്ല, ഇല്ലെങ്കിൽ കൊണ്ടുവരുന്ന കുട്ടികളുടെ മേലെ ദോഷം വരും. പവിത്രതാക്കി പ്രതിജ്ഞ तो बाप तो जानते हैं फिर भी ले आते हैं शिक्षा दी जाती है. വീണ്ടും കുട്ടികളെ കൊണ്ടുവരികയാണ്,
അപ്പൊ ബാബയ്ക്ക് വീണ്ടും വീണ്ടും കുട്ടികൾക്ക് പറഞ്ഞു തരേണ്ടി വരും. ശിവബാബക്ക് യാദ് കർണേ സേ ആത്മ ശുദ്ധ ജാതി. അല്ലെ, ശിവബാബയെ കുട്ടികൾ ഓർമ്മിച്ചാൽ ആത്മാവ് ശുദ്ധമാകും. ബാബ പറയാണ് ശിവബാബയെ ഓർമ്മിക്കുമ്പോൾ ആത്മാവ് ശുദ്ധമാകും, പവിത്രമാകും. അല്ലെ, ആത്മാവിലെ എല്ലാ ദുർഗുണങ്ങളുടെ കലർപ്പുകളും പോകും. വായുമണ്ഡലമേ സൈലൻസ് ജാതി. ചുറ്റുമുള്ള വായുമണ്ഡലത്തില് സൈലൻസ് ഉണ്ടാകും. ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുമ്പോഴെന്താണ്, നമ്മുടെ ചുറ്റും ശാന്തിയുടെ ശക്തി നിറയുന്നു. ബാബി ബൈട്ട് പരിചയം എത്തുകയെ തുമാര ബാബു. ബാബ വന്ന് കുട്ടികൾക്ക് പരിചയം നൽകാണ്, ഞാൻ നിങ്ങളുടെ അച്ഛനാണ്. 5,000 വർഷ പെലെ മുവാഫി തുംകോ മനുഷ്യസെ ദേവത ബനാനെ ആയ. 5000 വർഷം മുമ്പത്തേതുപോലെ ഞാൻ നിങ്ങൾ കുട്ടികളെ ദേവതയാക്കി മാറ്റുവാനായിട്ട് വന്നിരിക്കുകയാണ്. ബേഗദ്ക്ക് ബാപ്സെ ബേഗദ് സുഖ അവസ്ഥ ലേനായി. പരിധികളില്ലാത്ത അച്ഛന്റെ അടുക്കൽ നിന്നും പരിധികളില്ലാത്ത സുഖത്തിന്റെ സ്വത്ത് നേടണം. अच्छा मीठे मीठे सिक्किलते बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. रूहानी बच्चों की रूहानी बाप को नमस्ते. धारणा के लिए मुख्य सार. फर्स्ट पॉइंट, योग बल द्वारा विकर्मों के सब हिसाब किताब चुप कर ആത്മാ കോ ശുദ്ധ ബനാന. യോഗബലത്തിലൂടെ, ബാബയുടെ ഓർമ്മയുടെ ശക്തിയിലൂടെ, യോഗബലത്തിലൂടെ വികർമ്മങ്ങളുടെ സർവ കണക്കുകളെയും അവസാനിപ്പിച്ച് ആത്മാവിനെ ശുദ്ധവും വായുമണ്ഡലം ശാന്തവുമാക്കി മാറ്റണം. സെക്കൻഡ് പോയിന്റ്, ബാബ് ശ്രീമത് പർ സമ്പൂർണ്ണ പാവൻ ബനേക്ക് പ്രതിജ്ഞ കർണം. രണ്ടാമത്തെ പോയിന്റ് ആണ്, ബാബയുടെ ശ്രീമത്തിലൂടെ സമ്പൂർണ്ണ പാവനമാകാനുള്ള പ്രതിജ്ഞ ചെയ്യണം. വികാരം के वश होकर स्वर्ग की रचना में विघ्नरूप नहीं बनना. വികാരങ്ങൾക്ക് അടിമപ്പെട്ട് സ്വർഗത്തിന്റെ രചനയുടെ കർത്തവ്യത്തിൽ വിഘ്നരൂപങ്ങളാകാൻ പാടില്ല. വരദാനം, मन बुद्धि की स्वच्छता द्वारा यथार्थ निर्णय करने वाले सफलता संपन्न भव. മനോബുദ്ധിയുടെ സ്വച്ഛതയിലൂടെ യഥാർത്ഥമായ തീരുമാനം കൈക്കൊള്ളുന്ന सफलता संपन्नराई भवितु. किसी भी कार्य में सफलता तब प्राप्त होती है जब समय पर बुद्धि यथार्थ निर्णय देती. ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും നമുക്ക് സഫലത പ്രാപ്തമാകുന്നത്, അല്ലെ, സഫലതയുടെ പ്രാപ്തി ഉണ്ടാകുന്നത് എപ്പോഴാണോ നമ്മുടെ ബുദ്ധി യഥാർത്ഥമായ തീരുമാനം എടുക്കുന്നത്. നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ യഥാർത്ഥമായ തീരുമാനം എടുക്കുമ്പോഴാണ് ഏതൊരു കാര്യത്തിലും നമുക്ക് സഫലത പ്രാപ്തമാക്കുന്നത്. ലേക്കിൻ നിർണയ ശക്തി കാം തബ് കർത്തി ഹൈ ജബ് മൻ ബുദ്ധി സച്ചു. അല്ലെ, അപ്പൊ നമ്മുടെ നിർണയ ശക്തി, കൃത്യമായിട്ടുള്ള ആ നിർണയം, കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ, അല്ലെ, ആ തീരുമാനം എടുക്കാൻ നമുക്ക് സാധിക്കുന്നത്, അല്ലെ, സാധിക്കുമ്പോഴാണ് ഏതൊരു കാര്യത്തിനും നമുക്ക് സഫലതയുടെ പ്രാപ്തി ഉണ്ടാകുന്നത്. പക്ഷെ നിർണയശക്തി ശരിയായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ, കൃത്യമായിട്ടുള്ള തീരുമാനം നമ്മൾ എടുക്കണമെങ്കിൽ, ജഡ്ജ്മെന്റ് പവർ നമുക്ക് കൃത്യമായിട്ട് ഉണ്ടാകണമെങ്കിൽ നമ്മുടെ മനസ്സും ബുദ്ധിയും ശുദ്ധമായിരിക്കണം. കൊയ്ബി കിച്ചണ, ഒരു ചപ്പ് ചവറുകളും അതിൽ പാടില്ല. ഇസ്ലിയെ യോഗ അഗ്നി ദ്വാര കിച്ചതേക്കോ കഥം കർ ബുദ്ധിക്കോ സ്വച്ഛ ബന. അതുകൊണ്ട് യോഗ അഗ്നിയിലൂടെ എല്ലാ ചപ്പ് ചവറുകളെയും സമാപ്തമാക്കി ബുദ്ധിയെ സ്വച്ഛമാക്കി. അല്ലെ, ബാബ പറയാണ് യോഗ അഗ്നിയിലൂടെ എല്ലാ ചപ്പച്ചവറുകളും സമാപ്ത, ചില കലർപ്പുകളെല്ലാം സമാപ്തമാക്കി. ബാബയെ ഓർമ്മിക്കുന്നതോറും ആത്മാവിലെ കലർപ്പുകളായ, അല്ലെ, ഈ പഞ്ചവികാരങ്ങൾ, ക്രോധം, അഹങ്കാരം, അത്യാഗ്രഹം, അല്ലെ, ഈ പഞ്ചവികാരങ്ങൾ നമ്മളെ വിട്ട് പോകുകയാണ്. അപ്പൊ ബാബ പറയാണ് യോഗ അഗ്നിയിലൂടെ ഈ ചപ്പുചവറുകളെ, ഇതിനെല്ലാം നമ്മൾ സമാപ്തമാക്കി ബുദ്ധിയെ സ്വച്ഛമാക്കി മാറ്റും. കിസി ഭി പ്രകാർ കി കംജോരി ഗന്ദഗി, ഏതെങ്കിലും പ്രകാരത്തിലുള്ള ദൗർബല്യം ഉണ്ടെങ്കിൽ അത് അഴുക്കാണ്. ജലാസ വ്യർത്ഥ സങ്കല്പി കിച്ചിടാക്കി, അല്പമെങ്കിലും വ്യർത്ഥ സങ്കല്പങ്ങൾ ഉണ്ടെങ്കിൽ അതും കലർപ്പാണ്, അഴുക്കാണ്. വ്യർത്ഥ ചിന്തകൾ പോലും നമുക്ക് പാടില്ല, വ്യർത്ഥ സങ്കല്പങ്ങൾ പോലും നമുക്ക് പാടില്ല. ജബയെ കിച്ചിട സമാപ്തമോ തബ് ബേഫിക്കർ രഹി. അല്ലെ, ഈ അഴുക്ക് സമാപ്തമാക്കുമ്പോഴാണ് നമുക്ക് നിശ്ചിന്തരായിരിക്കാൻ സാധിക്കുന്നത്. സ്വച്ഛ ബുദ്ധി ഹോനെ സേ ഹർ കാര്യമേ സഫലത പ്രാപ്തി.
നമ്മൾ എത്രമാത്രം സ്വച്ഛ ബുദ്ധിയുള്ളവരാണോ ഓരോ കാര്യത്തിലും നമുക്ക് സഫലത പ്രാപ്തമാകും. സ്വച്ഛ ബുദ്ധിയുള്ളവരാകുന്നതിലൂടെ ഓരോ കാര്യത്തിലും നമുക്ക് സഫലത പ്രാപ്തമാകും. സ്ലോഗൻ സദാ ശ്രേഷ്ഠ ശുദ്ധ സങ്കല്പ എമർജ് രഹേ तो व्यर्थ सब ही मर्ज हो जाएंगे. സദാ നമ്മളില് ശ്രേഷ്ഠവും ശുദ്ധവുമായ സങ്കല്പങ്ങളാണ് അല്ലെ നമ്മളിൽ ഉള്ളത് എങ്കിൽ നമ്മൾ എപ്പോഴും അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ വ്യർത്ഥത താനെ മറഞ്ഞു പോകും. വ്യർത്ഥത ഉണ്ടാവില്ല അല്ലെ. അപ്പൊ നമ്മൾ ശ്രേഷ്ഠമായ ശുദ്ധ സങ്കല്പങ്ങളാണ് സദാ നമ്മളിൽ കൊണ്ടുവരുന്നത് അല്ലെ, നമ്മളിൽ രചിക്കുന്നത് എങ്കിൽ ബാബ പറയാണ് ഒരിക്കലും പിന്നെ വ്യർത്ഥത ഉണ്ടാവില്ല. വ്യർത്ഥത നമ്മളിൽ മറഞ്ഞു പോകും, കുറഞ്ഞുകൊണ്ടേയിരിക്കും. മാതേശ്വരിജിക്ക് മധുർ മഹാവാക്യം, മമ്മയുടെ മധുരമായ മഹാവാക്യം. ഇസ് കലിയുഗ സംസാർ കോ ആസാർ സംസാർ ക്യോ കഹത്തെ. ഈ കലിയുഗ ലോകം ഒന്നിനെ കൊള്ളാത്ത ലോകമാണെന്ന് എന്തുകൊണ്ടാ പറയുന്നത്? ക്യോങ്കി ഇസ് ദുനിയാമേ കോയി സാർ നഹീ. കാരണം ഈ ലോകത്തില് യാതൊരു സാരവുമില്ല. മന കോയി ഭി വസ്തുമേ വോ താക്കത്ത് അഥവാ സുഖശാന്തി പവിത്രത. കാരണം ഇവിടെയുള്ള ഒരു വസ്തുവിലും ആ ശക്തിയില്ല. എന്നുവെച്ചാൽ ഇവിടെയുള്ള ഒരു വസ്തുവിലും സുഖവും ശാന്തിയും പവിത്രതയും ഇല്ല. ഈ സൃഷ്ടി पर कोई समय സുഖ ശാന്തി പവിത്രത. ഈ സൃഷ്ടിയിൽ ഒരിക്കൽ സുഖവും ശാന്തിയും പവിത്രതയും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അഭി वो नहीं. പക്ഷെ ഈ കലിയുഗത്തില് അതൊന്നുമില്ല. क्योंकि अभी हर एक में 5 भूतों के प्रवेशता है. കാരണം ഇവിടെ ഈ കലിയുഗത്തില് ഓരോ വ്യക്തികളിലും പഞ്ചവികാരങ്ങൾ പ്രവേശിച്ചിരിക്കുകയാണ്. इसलिए इस सृष्टि को भय का सागर व कर्म बंधन का सागर कर दी. അതുകൊണ്ട് ഈ സൃഷ്ടി ഭയത്തിന്റെ സാഗരമായിരിക്കും, കർമ്മബന്ധനങ്ങളുടെ സാഗരമായിരിക്കും. കാരണം ഇവിടെ നമ്മൾ എന്ത് കർമ്മം ചെയ്താലും അത് നമുക്ക് ബന്ധനമാകാണ്. കാരണം നമ്മൾ ചെയ്യുന്ന കർമ്മം പാപമാകുന്നത് ആരും അറിയില്ല അല്ലെ. ദുർഗുണങ്ങൾക്ക് അടിമപ്പെട്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതൊക്കെ കർമ്മബന്ധനങ്ങളാണ്. ഇസ്മേ ഹറേക്ക് ദുഃഖിഹോ പരമാത്മാക്കോ പുക്കാറഹി. അതുകൊണ്ട് തന്നെ ഈ കർമ്മബന്ധനത്തിന്റെ സാഗരത്തില് ഓരോ വ്യക്തികളും ദുഃഖികളായിട്ട് ഈശ്വരനെ വിളിച്ചുകൊണ്ടേയിരിക്കണം. പരമാത്മാ ഹംകോ ഭവസാഗർ സേ പാർ കരോ അല്ലെ. പരമാത്മാ ഞങ്ങളെ ഭവസാഗരത്തിൽ നിന്നും മറുകരയിലേക്ക് കൊണ്ടുപോകൂ. ഇസേ സിദ്ധ ഹേ कि जरूर कोई अभय अर्थात निर्भयता का भी संसार है. ഇതിൽ നിന്നും നമുക്ക് ഇതൊരു തെളിവാണ്. എല്ലാവരും അല്ലെ ഇവിടെ നിന്ന് നമ്മളെ കരകയറ്റണം എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിർഭയതയുടെ ഒരു ലോകവും ഉണ്ടായിരുന്നു. യാതൊരു ഭയപ്പാടുകളും ഇല്ലാത്ത നിർഭയതയുടെ ലോകവും ഉണ്ടായിരുന്നു അല്ലെ. ഇവിടെ പോലും നമ്മൾ എന്താണ്, ഏതൊരു കാര്യത്തിന് നമ്മൾ നോക്കുകയാണെങ്കിലും ഈ ലോകത്തിന് നമുക്ക് ഭയം ഉണ്ടാവും. ഏതൊരു കാര്യം അല്ലെ. അപ്പോ കാരണം എന്താ വെച്ചാൽ ചതിക്കപ്പെടുന്ന വഞ്ചിക്കപ്പെടുന്ന ഒരു ലോകമാണ്. നമ്മൾ കടയിൽ പോയിട്ടൊരു സാധനം മേടിക്കുമ്പോ പോലും നമ്മൾ ചതിക്കപ്പെടാം, വഞ്ചിക്കപ്പെടാം. അപ്പൊ നമ്മുടെ ഉള്ളിൽ അപ്പൊ പോലും ആ ഒരു ഭയം ഉണ്ടാകാം. അപ്പൊ ഇവിടെ അനേക പ്രകാരത്തിലുള്ള ഭയങ്ങൾ മനുഷ്യനെ വേട്ടയാടുന്നു അല്ലെ. ആ ഭയത്തിന്റെ ലോകമാണിത്. അപ്പൊ നിർഭയതയുടെ ലോകത്തിലേക്ക് പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. इसलिए इस संसार को पाप का सागर कहते हैं. അതുകൊണ്ടാണ് ഈ ലോകത്തെ പാപത്തിന്റെ സാഗരം എന്ന് വിളിക്കുന്നത് അല്ലെ. ഇത് വിഷയസാഗരമാണ്, പാപത്തിന്റെ സാഗരമാണ്. तो जिससे पार कर पुण्य आत्मा की दुनिया में चलना चाहते അല്ലെ. ഈ പാപത്തിന്റെ സാഗരം മറികടന്ന് നമ്മൾ പുണ്യാത്മാക്കളുടെ ലോകത്തിലേക്ക് പോകുവാനാണ് ആഗ്രഹിക്കുന്നത്. तो दुनिया में दुनिया ये दो है. एक सत्य की सार्वाली दुनिया, दूसरी कलि की आसार की दुनिया. രണ്ട് പ്രകാരത്തിലുള്ള ലോകമാണ്. ഒന്ന് സത്യയുഗം, സാരമുള്ള ലോകം, അവിടെ എല്ലാം എസൻസ്ഫുൾ ആണ്. പക്ഷേ രണ്ടാമത് നോക്കുമ്പോൾ ഈ കലിയുഗമാണ് അല്ലെ. ദ്വാപരയുഗം, കലിയുഗം. അവ പറയുന്ന ഈ കലിയുഗം ഒന്നിനെ കൊള്ളാത്ത, യാതൊരു സാരവും ഇല്ലാത്ത ലോകമാണ്. ദോനോ ദുനിയായെ ഈ സൃഷ്ടി പ്രകൃതി, നരകവും സ്വർഗവും രണ്ടും ഈ സൃഷ്ടിയിൽ തന്നെയാണ്. മനുഷ്യൻ कहते हैं हे प्रभु हमें इस भव सागर से उस पर ले चलो. उस पर का मतलब क्या है അല്ലെ. മനുഷ്യര് പറയും ഹേ പ്രഭു ഞങ്ങളെ ഭവസാഗരത്തിൽ നിന്നും മറുകരയിലേക്ക് കൊണ്ടുപോകും അല്ലെ. മറുകരയിലേക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?
लोग समझते हैं उस पार का मतलब जन्म मरण चक्र में न आना അർത്ഥാത് മുക്തു ഹോ ജാന. അല്ലെ, മനുഷ്യരുടെ വിചാരം എന്താണ്? അല്ലെ, അതായത് മറുകരയിലേക്ക് കൊണ്ടുപോകൂ എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം ജനന മരണ ചക്രത്തിലേക്ക് വരാതിരിക്കുക, ജനന മരണ ചക്രത്തിൽ നിന്ന് മുക്തമാക്കണം എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. അബ് ये तो हुआ मनुष्यों का कहना, परंतु परमात्मा कहते हैं बच्चों सचमुच जगह सुख शांति है, दुख अशांति से दूर है. അല്ലെ, ഇവിടെ മനുഷ്യര് പറയുകയാണ്, അല്ലെ, മനുഷ്യരാണ് ഭവസാഗരത്തിന്റെ ജന്മമരണ ചക്രത്തിൽ നിന്നും മുക്തമാകുകയാണ്, ഭവസാഗരത്തെ മറികടക്കുക എന്ന് പറയുന്നു. പക്ഷെ ഇവിടെ പരമാത്മാവ് പറയാണ്, കുട്ടികളെ, സത്യത്തിൽ എവിടെയാണോ സുഖവും ശാന്തിയും ഉള്ളത്, ദുഃഖത്തിൽ നിന്നും അശാന്തിയിൽ നിന്നും ദൂരെയായിരിക്കുന്നത്, അല്ലെ, വളരെ ദൂരത്തിലായിരിക്കുന്നത്, ആ ലോകത്തിലേക്കാണ് മക്കളെ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. സുഖത്തിന്റെയും ശാന്തിയുടെയും ലോകത്തിലേക്ക്, ദുഃഖത്തിന്റെയും നിന്നും അശാന്തിയിൽ നിന്നും വളരെ വിദൂരത്തിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ജബ് തും സുഖ ചാഹത്തെ ഹോ തോ ജരൂർ ഇസ് ജീവൻ മേ ഹോനാ ചാഹിയെ. അല്ലെ, നിങ്ങൾ സുഖം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ജീവിതത്തിൽ നിങ്ങൾക്കത് ഉണ്ടാകും. अब वो सत्युग की वैकुंठ के देवताओं की दुनिया में जगह सर्वदा सुखी जीवन. ബാബ പറയാണ്, നമുക്ക് സത്യയുഗമാകുന്ന വൈകുണ്ഠത്തിൽ ദേവീ ദേവതകളുടെ രാജ്യം ഉണ്ടായിരുന്നു. അല്ലെ, അവിടെ നമുക്ക് സർവദാ സുഖം മാത്രമേ ഉണ്ടായിരുന്നു. ഉൻ ദേവതാവോ അമർ കർത്തേ, ആ ദേവതകളെ അമരന്മാർ എന്നാണ് വിളിക്കുന്നത്. അബ് അമർക്കാബി പോയി അർത്ഥനില്ല. പക്ഷെ ഇപ്പോൾ അമരൻ എന്ന് വിളിച്ചാലും അതിന് യാതൊരു അർത്ഥവുമില്ല. ऐसे तो नहीं देवताओं की आयु कितनी बड़ी थी जो कभी मरते नहीं थी. ബാബ പറയാണ്, ഇവിടെ അമർന്ന പേരുണ്ട്, അല്ലെ, കുട്ടികൾക്കൊക്കെ നമ്മൾ അമറിന്റെ പേര് നൽകും. പക്ഷെ അമർ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിക്ക് എപ്പോ വേണമെങ്കിലും മരണം സംഭവിക്കാം. അമരനായിട്ട് ഇരിക്കുന്നില്ല, മരിക്കാത്തവനായിട്ട് മാറുന്നില്ല. പക്ഷെ ബാബ പറയുന്ന ദേവതകളുടെ ആയുസ് നോക്ക്, അല്ലെ, അവരെ അമരന്മാരാണ്. ദേവതകളുടെ ആയുസ് 150 വയസ്സ് വരെയാണെങ്കിൽ ആ 150 വയസ്സാകുമ്പോഴേ അവർ ദേഹം വെടിയുന്നുള്ളൂ. അതിനിടയിലുള്ള അകാല മരണങ്ങൾ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. അതും ദേഹം വെടിയുന്നത് എങ്ങനെയാണ്? സ്വഇച്ഛാമരണമാണ്. അല്ലെ, സ്വയം ആഗ്രഹിച്ചിട്ട് ഈ ശരീരമാകുന്ന ഉടുപ്പ് ഊരിപ്പോകും. നമ്മളെങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ വസ്ത്രം അഴിച്ചു മാറ്റുന്ന ലാഘവത്വത്തോടു കൂടി ആത്മാവ് ശരീരമാകുന്ന വസ്ത്രം അഴിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത്. അവിടെ ആത്മാഭിമാനിയായിരിക്കുന്നു ദേവതകൾ. അതുകൊണ്ട് അവർക്ക് ഈ ശരീരം എന്ന് പറയുന്ന ടൈറ്റിൽസ് അല്ല. നമ്മുടെ ഉള്ളിലെ ദേഹാഭിമാനം, അറ്റാച്ച്മെന്റ്, അല്ലെ, ഇതെല്ലാം വളരെ തീവ്രമാകുമ്പോൾ നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ടൈറ്റിൽസ് ആണ്. കാരണം ദേഹം വിട്ട് പോകാൻ പറ്റുന്നില്ല. ദേഹം വിട്ട് പോകേണ്ട ഒരു സമയം വരുമ്പോ ഇവിടെയുള്ളതെല്ലാം ഓർമ്മ വരിക, എന്നെ നമ്മളെ പിടിച്ച് അതിലേക്ക് വലിക്കുകയാണ്. അല്ലെ, അതിനാണ് ബാബ പറഞ്ഞത്, എന്റെ അല്ല, ഹൃദയത്തിൽ നിന്നും അത് നിന്റെയാണ് അല്ലെ, നിന്റെയാണ് എന്നുള്ള അർപ്പണഭാവം വേണം. ബാബ നമ്മളോട് എന്താ പറയുന്നത്? ഗൃഹസ്ഥത്തിൽ ജീവിക്കുമ്പോ നമുക്ക് എപ്പോഴും ഈ സങ്കല്പം വേണം, നമ്മൾ ട്രസ്റ്റ് ചെയ്യാണ്, നമ്മൾ സംരക്ഷകനാണ്, നമ്മൾ സൂക്ഷിപ്പുകാരനാണ്, അല്ലെ, നമ്മൾ ആത്മാർത്ഥമായിട്ടുള്ള സംരക്ഷകനാണ്. പക്ഷെ ഇതിന്റെ ഉടമസ്ഥൻ ഈശ്വരനാണ്. ഒന്നും നമ്മുടെ എല്ലാം നിന്റെയാണ്. അത് ആ ഹൃദയത്തിൽ നിന്നുള്ള അർപ്പണം നമുക്ക് ആവശ്യമാണ്. എല്ലാം നിന്റെയാണ്, അല്ലെ. നമുക്ക് എന്നും അനശ്വരമായി ശാശ്വതമായി എന്റെ സ്വന്തത്തിന് സ്വന്തമായിരിക്കുന്നത് ആരാണ്? ബാബയാണ്, പരമാത്മാവാണ്. അല്ലെ, ആത്മാവിന് എപ്പോഴും സ്വന്തത്തിന് സ്വന്തമായിരിക്കുന്ന അനശ്വരമായ ശാശ്വതമായ ബന്ധം പരമാത്മാവാണ്. ബാക്കി ഓരോ ജന്മങ്ങളിലും നമ്മള് അനേക വ്യക്തികളുമായിട്ടാണ് നമുക്ക് ബന്ധം. വ്യത്യസ്തമായിട്ടുള്ള വ്യക്തികളോടായിരുന്നു നമ്മുടെ ബന്ധം, ആത്മാക്കളോടായിരുന്നു ബന്ധം, അല്ലെ. പക്ഷെ പരമാത്മാവുമായിട്ട് നമ്മുടെ ബന്ധം എന്താണ്? എപ്പോഴും ഉള്ളതാണ്, എന്നും നിലനിൽക്കുന്നതാണ്, ശാശ്വതമായിട്ട്. അതുകൊണ്ട് എന്താണ്, അല്ലെ, ബാബയാണ് എന്റെ സ്വന്തത്തിന് സ്വന്തം ബാബയാണ്, എന്റെ ആത്മീയ അച്ഛൻ. ബാക്കിയെല്ലാം നിന്റെയാണ്, എന്റെ അല്ല, നിന്റെയാണ്, അല്ലെ. പക്ഷെ നമ്മൾ എന്താണ്, അല്ലെ, നമ്മൾ ആത്മാർത്ഥമായിട്ട് സംരക്ഷകരാണ്, സൂക്ഷിപ്പുകാരാണ്, നമ്മളെ എത്തിച്ചിരിക്കുകയാണ്. എപ്പോഴും നമ്മള്, അല്ലെ, നമ്മൾ ദുഃഖിക്കുന്നത് അതുകൊണ്ടല്ലേ. പല കാര്യങ്ങളും നമുക്ക് ദുഃഖം വരുന്നത് നമ്മൾ എന്റെയാണെന്ന് വിചാരിക്കുമ്പോഴാണ്. ഇല്ല, നിന്റെയാണെന്ന് വിചാരിക്കും. ബാബയുടെ കൈകളിലേക്ക് കൊടുക്കും, അല്ലെ. അപ്പൊ ബാബയുടെ കൈകളിലേക്ക് നമ്മൾ അർപ്പിക്കും.
അപ്പൊ ബാബ പറയാണ് നമുക്ക് ദേവീ ദേവതകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആയുസ് വലുതാണ് അല്ലെ. അവര് ഒരിക്കലും മരിക്കുന്നില്ല. നമ്മൾ മരണത്തെ ഭയപ്പെടുന്നു അല്ലെ. ഇവിടെയാണെങ്കിലും ചിലപ്പോ പെട്ടെന്ന് ഒരു മരണം സംഭവിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന അവസ്ഥ എന്തായിരിക്കും ആലോചിക്കെ. എന്റെ 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 ഇതിനെ വിട്ടിട്ട് പോകാൻ ഒരിക്കലും സാധിക്കില്ല. അപ്പൊ ഈ ഉടുപ്പ് ടൈറ്റ് ആണ്, ഇത് ഊരിട്ട് പോകാൻ നമുക്ക് പ്രയാസമാണ്. അപ്പോഴാണ് നമ്മള് അല്ലെ, അപ്പോഴാണ് ആളുകൾ ഇങ്ങനെ വലിച്ചു വലിച്ച് ദിവസങ്ങളോളം കിടക്കുന്നത്. കാരണം പോകാൻ താല്പര്യമില്ല, പോകാൻ ഇഷ്ടമല്ല അല്ലെ. ബാബ പറയാണ് ഇവിടെ എന്താണ് ബാബ അവിടെ സത്യത്തിൽ നമ്മള് 150 വയസ്സാകുമ്പോ നമുക്ക് മനസ്സിലായി, നമ്മളെല്ലാവരും പറയാം ഞാൻ പോവാണ് അല്ലെ, ഞാൻ ഇന്ന സ്ഥലത്ത് പോയി ജനിക്കാൻ പോവാണ്. അതും അറിയാം, ഇന്ന സ്ഥലത്ത് ഇന്ന അമ്മയുടെ ഗർഭത്തിൽ ഞാൻ ജനിക്കാൻ പോവാണ് അല്ലെ. അത് അവർക്കറിയാം, മറ്റുള്ളവർക്ക് അറിയാം. അവിടെ എന്താണ് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് യാത്രയായിരിക്കാം എല്ലാവരും. പാട്ടും അല്ലെ മേളവും എന്ന് വെച്ചാൽ വളരെ അധികം നല്ല ഇതോട് കൂടിയിട്ടാണ് സെന്റ് ഓഫ് നടക്കില്ലേ നമ്മുടെ ഓഫീസുകളിലൊക്കെ അല്ലെ, അതുപോലെ വളരെ നല്ല രീതിയിലാണ് അവിടെ സെന്റ് ഓഫ്. तो अब तो ये कहना उनका रॉन्ग है, अब तो ये कहना उनका रॉन्ग है क्योंकि ऐसे कहने उनकी आयु कोई 70 त्रेता तक नहीं चली, परंतु देवी देवताओं के जन्म सत्य त्रेता में बहुत किए. അപ്പൊ ബാബ പറയാണ് അതുകൊണ്ട് ദേവി ദേവതകൾ അമര ദേവതകളാണ് അല്ലെ. അവരുടെ ആയുസ് എന്ന് പറയുന്നത് സത്യയുഗം ത്രേതായുഗത്തിൽ മാത്രമല്ല. ദേവി ദേവതകൾ സത്യയുഗം ത്രേതായുഗത്തിൽ ജന്മമെടുത്തവരാണ്. 21 ജന്മം तो उन्होंने अच्छा राज्य चलाया. 21 ജന്മം സത്യയുഗം ത്രേതായുഗം 21 ജന്മം അവർ നല്ലപോലെ രാജ്യം ഭരിച്ചവരാണ്. फिर 63 जन्म द्वापर से कलयुग के अंत तक टोटल उनके जन्म चढ़ती कला वाले 21 हुए, उतरती कला वाले 63 हुए. ബാബ പറയാണ് സത്യയുഗത്തിലെ അല്ലെ സത്യയുഗം ത്രേതായുഗത്തിലെ 21 ജന്മം അവർ കയറുന്ന കലയിലായിരുന്നു, കയറുന്ന കലയുടെ ഭാഗമായിട്ടുള്ള ജന്മങ്ങളായിരുന്നു. പക്ഷേ ബാക്കി 63 ജന്മം ദ്വാപരയുഗത്തിലെ 21 ജന്മവും കലിയുഗത്തിലെ 42 ജന്മവും, അങ്ങനെ 63 ജന്മം നമ്മൾ ഇറങ്ങുന്ന കലയിലായിരുന്നു. ടോട്ടൽ മനുഷ്യർ 84 ജന്മത്തെ സത്യയുഗത്തിലെ ആദ്യത്തെ തലമുറയിൽ വരുന്ന ഫസ്റ്റ് ഡിവിഷനിൽ വരുന്ന സൂര്യവംശി ദേവതകൾ 84 ജന്മമാണ് ഈ സൃഷ്ടിയിൽ ഈ കാലചക്രത്തിൽ ടോട്ടൽ എടുക്കുന്നത്. ബാക്കി ജോബി മനുഷ്യ സമസ്തേ ഈ മനുഷ്യ 84 लाख योनियां भोगते हैं तो ये कहना भूल है. ബാബ പറയാണ് 84 ലക്ഷം ജന്മം നമ്മൾ എടുത്തു എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. 84 ലക്ഷം ജന്മം. अगर मनुष्य सुख दुख दोनों पार्ट भोग सकते हैं तो फिर जानवर योनि में भोगने की जरूरत ही है क्या. അപ്പൊ ബാബ പറയാണ് നമുക്ക് ഇതിലെ നമ്മള് ബാബ പറയുന്നത് 21 ജന്മം നമ്മൾ സ്വർഗത്തിലായിരുന്നു. 21 ജന്മം നമ്മൾ സ്വർഗത്തില, ബാക്കി 63 ജന്മം നമ്മള് ദ്വാപരയുഗം കലിയുഗത്തിലാണ് ജീവിച്ചത്. അപ്പോ അവിടെ എപ്പോഴും നമ്മൾ സുഖദുഃഖത്തിന്റെ പാർട്ടല്ല അഭിനയിക്കുന്നത്. എല്ലാവരും വിചാരിക്കുന്നത് ജീവിതം എന്ന് പറഞ്ഞെങ്കിൽ സുഖദുഃഖ സമ്മിശ്രമാണ്, അതുകൊണ്ട് സുഖം ഉണ്ടെങ്കിൽ ദുഃഖം ഉണ്ടാകും. അപ്പൊ അങ്ങനെയല്ല. സത്യയുഗ ത്രേതായുഗത്തിലെ ദുഃഖത്തിന്റെ പേരും അടയാളമോ ഉണ്ടായിരുന്നില്ല അല്ലെ. അപ്പോ എപ്പോഴും സുഖദുഃഖത്തിന്റെ പാർട്ടല്ല നമ്മൾ അനുഭവം ചെയ്യുന്നത്. അപ്പോ അതായത് അങ്ങനെയാണെങ്കിലും പിന്നെ മൃഗങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കണല്ലോ, മൃഗങ്ങളും അതുപോലെ തന്നെ അനുഭവിക്കണമായിരുന്നു. बाकी टोटल सृष्टि पर जानवर पशु पंछी आदि 84 लाख योनियां हो सकती है क्योंकि अनेक किस्म की पैदाइश. അവരെ ടോട്ടൽ വേണമെങ്കിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട് അല്ലെ, പക്ഷികള് മൃഗങ്ങള് അങ്ങനെ ഇതെല്ലാം അവരുടെയൊക്കെ ജന്മങ്ങൾ നോക്കാൻ 84 ലക്ഷം ജന്മം. മനുഷ്യരുടെ ജന്മവും 5000 വർഷത്തിലെ മനുഷ്യരുടെ ജന്മവും മൃഗങ്ങളുടെ ജന്മവും പക്ഷികളുടെ ജന്മവും എല്ലാം കൂടി കണക്ക് കൂട്ടി നോക്കിയാൽ 84 ലക്ഷം ജന്മം ഉണ്ടായിരിക്കും. അല്ലാതെ മനുഷ്യന് മാത്രം ഇത്രയും ജന്മം ഒരിക്കലും ഉണ്ടാകുന്നില്ല. അങ്ങനെ പറയുന്നത് തെറ്റാണ്. ലേക്കിൻ ഇപ്പൊ നമ്മൾ പറഞ്ഞ പല്ലിയുണ്ട്, പാറ്റയുണ്ട്, കുറെ സംഗതികൾ ഉണ്ടല്ലോ, നിങ്ങളുടെ ഒക്കെ ജന്മങ്ങൾ ഉണ്ടല്ലോ, വെറൈറ്റി ജനനങ്ങള്. ലേക്കിൻ മനുഷ്യ യോനിമേക്ക് അപ്പന പാപപുണ്യ പോകരുത്. ഒരിക്കലും അല്ലെ മനുഷ്യൻ ആത്മാവ് പോയിട്ട്
മൃഗമായി മാറുന്നില്ല, അല്ലെ? മൃഗത്തിന്റെ കുഞ്ഞായിട്ട് ജനിക്കുന്നില്ല. അങ്ങനെയുള്ള ഇതൊന്നും ഒരിക്കലും സംഭവിക്കുന്നില്ല. അതായത് ബാബ പറയാണ്, മനുഷ്യൻ വീണ്ടും മനുഷ്യനായിട്ട് തന്നെ പുനർജനിക്കുകയാണ്. എന്നിട്ടാണ് പാപപുണ്യങ്ങൾ അനുഭവം ചെയ്യുന്നത്. ജാൻവർ അപ്നി യോനിയോമേ ഭോഗിലെ, അല്ലെ? മൃഗങ്ങൾ എന്താ ചെയ്യുക? വീണ്ടും മൃഗത്തിന്റെ, അല്ലെ, അതേത് കാറ്റഗറിയാണോ ഓരോ വർഗവും അതേപോലെ പോയിട്ട് പുനർജനിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ മനുഷ്യ ജാൻവർക്ക് യോനിയിലെത്ത, ഞാൻ ജാൻവർ മനുഷ്യക്ക് യോനിയിലാത്ത. ഇനി മൃഗങ്ങളുടെ ആത്മാവ് മനുഷ്യനായിട്ട് മാറുന്നില്ല, മനുഷ്യന്റെ ആത്മാവ് മൃഗമായിട്ട് മാറുന്നില്ല. മനുഷ്യക്കോ अपने अपने में ही अनुभव भोगना भोगनी पड़ती है, इसलिए उसे മനുഷ്യ ജീവൻ में ही सुख दुख की महसूसता होती. അപ്പൊ മനുഷ്യര് മനുഷ്യനായിട്ട് തന്നെ പുനർജനിക്കുകയാണ്. അതുകൊണ്ട് മനുഷ്യ ജീവിതത്തിൽ തന്നെ സുഖ ദുഃഖങ്ങളുടെ ഫീലിംഗ് ഉണ്ടാകുന്നു. ऐसे ही जानवर को भी സുഖ ദുഃഖ भोगना है. അതേപോലെ മൃഗങ്ങളും എന്ത് ചെയ്യാണ്? മൃഗങ്ങളായിട്ട് തന്നെ പുനർജനിക്കുന്നു. അവരും സുഖ ദുഃഖങ്ങൾ അനുഭവിക്കുന്നു. കാരണം അവർക്കുണ്ടാവും കർമ്മഫലങ്ങളെ. ഇപ്പൊ തന്നെ നമ്മള് ഇവിടെ എന്തെങ്കിലും ആഹാരമൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ എന്താണെന്നറിയോ? കാക്കകളാണെങ്കിലും ബാക്കിയുള്ളവരെ കൊത്തി ഓടിക്കും, അല്ലെങ്കിൽ കൊക്ക് വരും കഴിയും. അപ്പൊ കൊക്ക് കാക്കകളെല്ലാം ഓടിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോ അവർക്കൂടെയുള്ള സ്വഭാവം, അവരും ഈ സംസ്കാര സ്വഭാവമൊക്കെ കാണിക്കുന്നില്ലേ? അപ്പൊ അവർക്കും അതിന് കർമ്മഫലങ്ങൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് അവര് സുഖ ദുഃഖങ്ങളൊക്കെ അനുഭവിക്കും. മകർ ഉന്നോമയെ ബുദ്ധി നഹിയെ ഭോഗന കിസ് കർമ്മസെ ഹുയി. പക്ഷെ അവർക്കത് അറിയില്ല, എന്റെ ഏത് കർമ്മത്തിന്റെ ഫലമാണ് ഞാൻ അനുഭവിക്കുന്നത്, ഇത് കർമ്മഫലമാണ് എന്നവരറിയുന്നില്ല. ഉനോക്കിയെ ഭോഗന ഭോഗനേക്കോ മനുഷ്യ ഫീൽ കർത്താ ഹെ ക്യോങ്കി മനുഷ്യന്റെ ബുദ്ധിമാൻ, അല്ലെ? അവര് അനുഭവം ചെയ്യുന്നത് മനുഷ്യരാണെങ്കിൽ അങ്ങനെയല്ല ഫീൽ ചെയ്യുന്നത്. മനുഷ്യന്റെ ബുദ്ധിമാനാണ്, മനുഷ്യർക്കത് മനസ്സിലാക്കാൻ പറ്റും. ബാക്കി ഏസനേക്ക് മനുഷ്യ പോയി 84 लाख യോനിയാ ഭോഗത്തെ. അപ്പൊ അങ്ങനെയല്ല, മനുഷ്യർ ഒരിക്കലും 84 ലക്ഷം ജന്മം എടുക്കുന്നില്ല. മനുഷ്യർക്കോ ഡരാനേക്കിലെ കരുതി. മനുഷ്യർ 84 ലക്ഷം ജന്മം എടുക്കുന്നതും മനുഷ്യൻ പോയിട്ട് എന്താണ് മൃഗങ്ങളായിട്ടും പക്ഷികളായിട്ടും അല്ലെങ്കിൽ മറ്റു കൃമി കീടങ്ങളായിട്ട് ജനിക്കുന്നു എന്ന് പറയുന്നത് മനുഷ്യനെ ഭയപ്പെടുത്താൻ വേണ്ടിയാണ്. അഗർ ഗലത്ത് കർമ്മ കരോഗെ തോ പശു യോനിമേ ജനമില്ലേക. എന്ത് പറയും? നിങ്ങള് തെറ്റായിട്ടുള്ള കർമ്മം ചെയ്യാണോ എങ്കില്, അല്ലെ, മനുഷ്യരോട് പേടിപ്പിക്കാൻ ഒരു പാപകർമ്മം ചെയ്യാണോ എങ്കിൽ നിങ്ങൾ എന്ത് വേണം? ഇത് മൃഗങ്ങളുടെ കുഞ്ഞായിട്ട് നിങ്ങൾ ജനിക്കേണ്ടി വരും എന്ന് പറയും. അല്ലെങ്കിൽ വേശ്യയുടെ കുഞ്ഞായിട്ട് ജനിക്കേണ്ടി, അങ്ങനെയൊക്കെ പറയും. हमने अभी इस संगम समय पर अपने जीवन को पलटाए परमात्मा से पुण्यात्मा बना रही. ഈ സംഗമ യുഗത്തിൽ നമ്മൾ, അല്ലെ, നമ്മുടെ ജീവിതത്തിനെ പരിവർത്തനം ചെയ്ത് പാപാത്മാവിൽ നിന്നും പുണ്യാത്മാവായി മാറി.